ഹറാമും നോക്കാതെ പണം സമ്പാദിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടം. അൽഹാക്കുമുത്തകാസുർ, പണം പെരുപ്പിക്കാനുള്ള നിങ്ങളെ പ്രവർത്തനം നിങ്ങളെ നല്ല കാര്യത്തിൽ നിന്ന് മുടക്കിക്കളഞ്ഞു. നല്ലത് പലതും ചെയ്യാൻ ഇതുകൊണ്ട് സമയം കിട്ടുന്നില്ല. അൽഹാക്കുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഹറാമും ഹലാലും നോക്കാതെയുള്ള പണസമ്പാദനം പാടില്ല. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുദാഹരണം പറയുന്നു. വയലിന്റെ പരമ്പിലൂടെ അതേ മേച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേക്കുന്ന മനുഷ്യൻ വരമ്പിൽ നിന്നല്ലേ തിന്നുന്നത്? ആ മൃഗമെന്ന് ചിന്തിച്ചു. പക്ഷേ പെട്ടെന്നതാ വയലിൽ നിന്ന് കടിച്ചു കളഞ്ഞു. ഇതുപോലെ ഹറാമാണോ അല്ലേ എന്ന് സംശയമുള്ളതിൽ നീ പോയി ചാടിയാൽ ഹറാമിൽ തന്നെ നീ പോയി ചാടിപ്പോകും. അവിടെ സംശയമുള്ളത് ഒഴിവാക്കിക്കോ. ഓ മനുഷ്യ, ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. ഒരു മാംസകഷ്ണം അത് ചീത്തയായാൽ ശരീരം മുഴുവൻ ചീത്തയായി. അലാ വഹിയൽ ഖൽബ്, അത് മനസ്സാണ് കേട്ടോ. ദുന്യാവിനോട് അമിതമോഹം വേണ്ട, ദുന്യാവ് കൊണ്ടുള്ള മത്സരം വേണ്ട, സ്ഥാനമാനത്തോടുള്ള ചിന്ത വേണ്ട. ഹറാമായ വഴിയിലൊന്നും സമ്പാദിക്കണ്ട. ഞാൻ ആലോചിക്കുകയാണ്, കോടീശ്വരന്മാരായ ചില മുതലാളി, ഹോട്ടൽ നടത്തുന്ന മുതലാളിമാർ കള്ള് കച്ചവടം നടത്തുകയല്ലേ അവരെ ഹോട്ടലിൽ. അവര് ചിലപ്പോൾ പണ്ഡിതന്മാരെ കൂടെ സ്റ്റേജിൽ പങ്കെടുക്കുന്ന മാന്യന്മാരാണ്. പണ്ഡിതന്മാരുടെ കൂടെ നിക്കാഹിന് പങ്കെടുക്കുന്ന മാന്യന്മാരാണ്. അതേ പണ്ഡിതന്മാരെ കൂടെ ഞങ്ങളെ പേരും അച്ചടിച്ച് കാണണമെന്ന് ആശിക്കുന്നവരാണ്. പക്ഷേ ചരിത്രം നോക്കുമ്പോൾ നടത്തുന്ന ഹോട്ടലിൽ കള്ള് കച്ചവടമാണ്. അതേ ദുന്യാവിന് വേണ്ടിയുള്ള കിടമത്സരത്തിൽ എന്ത് വിൽക്കുന്നുവെന്നോ, എന്ത് വാങ്ങുന്നുവെന്നോ, എന്തിന്റെ സമ്പാദ്യമാണെന്നോ ദുന്യാവിലങ്ങ് ലയിച്ചപ്പോൾ ചിന്ത വരുന്നില്ല. അതേ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്, ഇന്നല്ലാഹ വറസൂലഹു, അല്ലാഹും റസൂലും ഹറമ ബൈഅൽ ഖംർ. അതേ ബ്രാൻഡി വിൽക്കുന്നവൻ, വിസ്കി വിൽക്കുന്നവൻ, ചാരായം വിൽക്കുന്നവൻ, കള്ള് വിൽക്കുന്നവൻ, അതേ ലഹരി വിൽക്കുന്നത്, ആ വിൽപ്പന ഹറാമാക്കി. വൽമൈത്തത്തി, അതുപോലെ ശവം വിൽക്കുന്നത് ഹറാമാക്കി. സുബ്ഹാനല്ലാഹ്, ചത്തുപോയ ജീവിയെ അറുത്തതാണെന്ന നിലക്ക് വിൽക്കുന്നവനുണ്ടെങ്കിൽ ഇന്നാലില്ലാഹ്, ശവം വിറ്റവനല്ലേ. വൽ ഖിൻസീർ, പന്നിയെ വിൽക്കുന്നത് ഹറാമാക്കി. വൽ അസ്നാം, വിഗ്രഹങ്ങളെ വിൽക്കുന്നത് ഹറാമാക്കി. ചോദിക്കട്ടെ, ജീവനുള്ള സാധനത്തിന്റെ രൂപമുണ്ടാക്കുന്നത് ഹറാമല്ലേ? അതിനെ ആദരിച്ചു വെക്കുന്നത് ഹറാമല്ലേ? ഓ തുണിക്കച്ചവടക്കാരെ, ജീവനുള്ള മനുഷ്യന്റെ രൂപമുണ്ടാക്കി വെച്ചിട്ട് ഏത് ബർക്കത്താ നിങ്ങൾക്ക് കിട്ടാനുള്ളത്? ഏത് സ്വത്താ നിങ്ങളുടെ തുണിപ്പീടികയിൽ നിന്ന് നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ളത്? ആ ജീവനുള്ള സാധനത്തെ നിങ്ങളെ കൊണ്ട് റോഹിടിക്കാൻ വേണ്ടി മഹ്ശറിൽ വെച്ച് അല്ലാഹ് പറയുന്നൊരു സമയം വരാനില്ലേ? നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഇമാം ബുഖാരി റിപ്പോർട്ടിലെ ഹദീസിൽ അത്തരം രൂപമുണ്ടാക്കുന്നവരെ ലഅനത്ത് ചെയ്തതായി റസൂലുള്ളാഹ് പറഞ്ഞിട്ടില്ലേ? ബറക്കത്ത് തരുന്ന അല്ലാഹുവിൽ വിശ്വസിക്കാതെ ഞാൻ രൂപമുണ്ടാക്കി വെക്കൂല. അതുപോലെ തന്നെ എന്റെ ജ്വല്ലറിയുടെ പരസ്യമോ എന്റെ പീടികയുടെ പരസ്യമോ കൊടുക്കുമ്പോ ഞാൻ ഹറാമായ നിലക്കുള്ള ഒന്നും കൊടുക്കൂല എന്ന് ചിന്തിക്കുന്നതിന് പകരം ദുന്യാവിന്റെ അടിമകളായി ഹത്താ സുർതുൽ മഖാബിർ, നിങ്ങൾക്കൊരു ഖബർ സന്ദർശനമുണ്ട് കേട്ടോ. അത് നിങ്ങളെ സ്വന്തം ശരീരത്തോടുകൂടെ തന്നെ ഖബറിലേക്കുള്ളൊരു പോക്കാണത്. അതുവരെ നിങ്ങൾ ഈ ദുന്യാവ് സമ്പാദിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്.
وسلم دائما أبدا على حبيبك خير الخلق كلهم.